ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരല്പം മധുരമാവാം. ഇന്ന് ഞാനൊരു പ്രഥമനാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതും നമ്മുടെ സ്വന്തം പപ്പായ കൊണ്ട്. പൊതുവെ കണ്ടുവരുന്നത് പഴുത്ത പപ്പായ നന്നായി മിക്സിയിൽ അടിച്ച് കൈയോടെ തന്നെ അത് വരട്ടി പായസമാക്കുന്നതാണ്. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ആദ്യം നമുക്ക് തേങ്ങ ചിരകിയെടുക്കാം. ഞാൻ 2 തേങ്ങയാണ് ചിരകിയെടുക്കുന്നത്. പച്ചത്തേങ്ങ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി തേങ്ങയിൽ നിന്ന് നമുക്ക് 1-ാം പാലും 2-ാം പാലും വെവ്വേറെ മാറ്റി വയ്ക്കണം. ഒരല്പം ചൂടുവെള്ളം ചേർത്ത് തിരുമ്മിയെടുത്താൽ 1-ാം പാല് വളരെ വേഗം പിഴിഞ്ഞെടുക്കാം. ഇത് തേങ്ങയുടെ 1-ാം പാലാണ്, ഇത് 2-ാം പാല്. ഇനി വേണ്ടത് പപ്പായ വരട്ടിയതാണ്. സാധാരണ നമ്മൾ ചക്ക വരട്ടുന്നത് പോലെ തന്നെ പഴുത്ത പപ്പായ നന്നായിട്ട് മിക്സിയിൽ അടിച്ച് വരട്ടി വെച്ചിരിക്കുന്നതാണ്, നെയ്യ് ചേർത്ത് വരട്ടി വെച്ചിരിക്കുന്നതാണ്. ഒരു 6 അച്ച് ശർക്കര കൂടി എടുക്കുന്നുണ്ട്. മധുരം നിങ്ങൾക്ക് തീരുമാനിക്കാം. അടുപ്പത്ത് ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1.5 ഗ്ലാസോളം വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പപ്പായ വരട്ടിയതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഏകദേശം 2 പപ്പായോളം ഉണ്ട്. നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ എണ്ണം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിലൊക്കെ മാറ്റം വരുത്താം. പപ്പായയുടെ കൂടെ തന്നെ ശർക്കരയും ചേർത്ത് കൊടുക്കാം. ഒന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, അപ്പോൾ വളരെ വേഗത്തിൽ മെൽറ്റായി കിട്ടും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വളരെ വേഗം തന്നെ അടിയിൽ പിടിക്കും, അതുകൊണ്ട് നിർത്താതെ ഇളക്കി കൊടുക്കുക. പഴുത്ത പപ്പായ കൈയോടെ മിക്സിയിൽ അടിച്ചിട്ട് ഉണ്ടാക്കുന്നതും ഇതുപോലെ വരട്ടി ഉണ്ടാക്കുന്നതും രണ്ടും 2 ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പപ്പായ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. കയ്യിലേക്ക് തെറിച്ച് വരുന്നുണ്ട്, അപ്പോൾ ഇളക്കുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ തൊട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. കൂടാതെ കമൻറ്റ് ചെയ്യുകയും വേണം. 2-ാം പാൽ ഒഴിച്ച് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തിളപ്പിക്കാൻ പാടില്ല. ഉരുളി നമുക്ക് കൈയോടെ തന്നെ വാങ്ങി വയ്ക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. തേങ്ങക്കൊത്ത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കാഷ്യൂ, കുറച്ച് കിസ്മിസ് ഇതുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ അധികം ആരും ട്രൈ ചെയ്യാത്ത വെറൈറ്റി പപ്പായ പായസം റെഡി. സത്യത്തിൽ ഇത് പപ്പായയാണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ പ്രയാസമാണ്. ഇനി ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും പപ്പായ ഇതുപോലെ വരട്ടിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെയുള്ള പുത്തൻ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.